ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാങ്ങ കൊണ്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ, മിൽക്ക് ഷേക്ക്. അപ്പോൾ 3 മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തേണേ. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം എടുക്കണം കേട്ടോ. ഏത് മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവിടെ മൂവാണ്ടൻ മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് പല ജ്യൂസുകളോ ഷേക്കുകളോ എല്ലാം ഉണ്ടാക്കി നോക്കുക, കഴിക്കണതും നല്ലതാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കാനില്ല. ചില കുട്ടികൾക്ക് മാങ്ങ വെറുതെ ഇങ്ങനെ കഴിക്കണതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അപ്പം മാമ്പഴത്തിലാണെങ്കിൽ നല്ല വിറ്റാമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ ദിവസേന ഇപ്പോൾ കഴിക്കണതൊക്കെ നല്ലതാണ്. സീസണിൻ്റെ സമയത്തല്ലേ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് കൊടുക്കുക. എത്രയും മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പഞ്ചസാര. ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നന്നായി അടിക്കണ്ട കേട്ടോ, ഇടയ്ക്ക് ഓരോ കഷ്ണങ്ങളൊക്കെ കടിക്കണത് നല്ലതാണ്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതാ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് ഒരു കപ്പിലേക്ക് ഒഴിക്കാം. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, 1 ടീസ്പൂണ് പാലിൽ 2 ടീസ്പൂണ് ബൂസ്റ്റ് ഇട്ട് നന്നായി കലക്കിയിട്ട് അതിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാണാൻ ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ മാംഗോ മിൽക്ക് ഷേക്ക് റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും വേണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം മാങ്ങയുടെ സീസൺ കഴിയുമ്പോഴേക്കും പല വെറൈറ്റി ആയിട്ട്
എല്ലാം ഒന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. സ്കൂളൊക്കെ തുറക്കാറായല്ലോ, അപ്പോഴേക്കും അവരെ എല്ലാം കഴിച്ച് ഒന്ന് ക്ഷീണമൊക്കെ മാറട്ടെ. നല്ല കുട്ടികളാവട്ടെ എല്ലാവരും. മാമ്പഴമൊക്കെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്.